അല്ല മച്ചന്മാരെ നമ്മളിരുന്ന് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ കുടുംബസംഗമമുണ്ട് പൈതൽ മലക്ക് അതിനു വേണ്ടി പോകുന്നു. നമ്മളെ തെച്ചു കുടുംബം എല്ലാവരും അവിടെ തീർത്തുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മളുടെ മേലെ ഒരു സ്ഥലമുണ്ട് പാറക്ക് നേടി അവിടെ എല്ലാ വണ്ടികളും വരും. അവരൊന്നിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ വാ മച്ചന്മാരെ. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മാമൻ്റെ കാറിലാണ് പോകുന്നത്. മാമൻ്റെ കാറിൽ മാമിയും എൻ്റെ കസിൻസും മാമനും. മാമ വണ്ടി ഓടിക്കുകയാണ്. പിന്നെ എല്ലാവരും നമുക്കൊന്ന് കാണിക്കാം. കണ്ട എല്ലാവരും ഇതുണ്ട്, വണ്ടിയിലുണ്ട്. കണ്ട ഞാനും ഉണ്ട് ഇതിൻ്റെ ഇടക്ക്. ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ പതുക്കെ പോകുന്നുണ്ട്. അന്നേരമാണ് നമ്മൾ ഒരു മലയിൽ നിന്ന് വെള്ളച്ചാട്ടം വരുന്നത് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം വരണത്രേ വെള്ളച്ചാട്ടം. കണ്ട തെച്ചും മേഘങ്ങൾ നിറഞ്ഞിട്ടാണുള്ളത്. മലേൻ്റെ ബാക്കി ഭാഗം കാണാൻ വേണ്ടി പറ്റുന്നില്ല. വെള്ളച്ചാട്ടം കണ്ട ആ വെള്ള സാധനമാണ് വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ മേഘങ്ങളുണ്ട്. പിന്നെ കണ്ട ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ റിസോർട്ടിലേക്ക്. ചെറിയ മൂടൽ മഞ്ഞുകളും ചെറിയ മഴച്ചാറലും ഉണ്ട്. നമ്മൾ മല കയറിക്കൊടുക്കുന്നു. നമ്മളിപ്പോൾ കൂടുതൽ കോടമഞ്ഞില്ലടത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല രസമുണ്ട്. എന്താ രസം എന്നറിയാം. നിങ്ങളെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈതൽ മലക്ക് തന്നെ വെക്കുക. പിന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ? നല്ലൊരു വീഡിയോ നല്ലൊരു പാട്ടിടാം. അല്ല മച്ചന്മാരെ, നമ്മളങ്ങനെ മല കയറി പോകുന്നുണ്ട്. നമ്മളെ കുടുംബം, നമ്മളെ CP കുടുംബം, നമ്മൾ മൂടൽമഞ്ഞും മലയും താണ്ടി നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കുന്നു മച്ചന്മാരെ. എല്ലാവരും ലൈക്കടിച്ച് പൊട്ടിക്ക് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ മല കയറാൻ നേരം പോയത് നിങ്ങൾ ലൈക്കടിക്കാത്തത് കൊണ്ടായിരുന്നു. നിങ്ങൾ ലൈക്കടിച്ച് നമ്മൾ നേരത്തെ ആടിയെത്തായിരുന്നു. നമ്മളങ്ങനെ പാർക്ക് ചെയ്ത് ഇനിയും കുറച്ച് വണ്ടികൾ വരാനുണ്ട്. അവരൊക്കെ പതുക്കെ വരട്ടെ. അവർ വരാൻ വേണ്ടി ലൈക്കടിക്കും മച്ചന്മാരെ. ലൈക്കടിച്ച് പൊട്ടിക്കേ. നമ്മളെ റിസോർട്ടിൻ്റെ പേരെന്ന് പറയുമ്പോൾ നമ്മൾ പൈതൽ ഹിൽ എന്നാണ് നമ്മളെ റിസോർട്ടിൻ്റെ പേര്. ലൈക്കടിച്ചത് കൊണ്ട് 4ാമത്തെ വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട്. അതാ 5ാമത്തെ വണ്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈക്കും സബ്സ്ക്രൈബെല്ലാം അടിച്ച് പൊളിക്കും മച്ചന്മാരെ. എന്താ നോക്കുന്നത് നിങ്ങൾ? ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ച് പൊളിക്കണം. പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ ഉരുളിയുണ്ട്. നല്ല ചെറിയ മഴ ചാറലെല്ലാം അടിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ എന്തെല്ലോ ചെടിയെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളുടെ ഹാളിലേക്കാണ്. എല്ലാ ഏട്ടന്മാരെല്ലാം ഇവിടുത്തെ ഈ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ഏട്ടന്മാരെല്ലാം
ജോലി ചെയ്യുന്നുണ്ട്, കസാരയിൽ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് പൊളിക്ക് നിങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലമാണ് ഇത്. പിന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മൊമൻറ്റോ കൊടുക്കുന്നവരുണ്ട്. പിന്നെ കേക്ക് മുറിക്കുന്നതാണ്. ഇതാണ് നമ്മളെ കേക്ക് മുറിക്കുന്ന വീടാണ്. ഇവിടുത്തെ മുതിർന്ന ആളുകളെന്ന് കൃഷ്ണമാമനാണ്. കൃഷ്ണമാമനും പിന്നെ ഏറ്റവും ഇളയ ആളും കൂടിയാണ്, ഏറ്റവും ചെറിയ ആളും കൂടിയാണ് കേക്ക് മുറിക്കുന്നത്. അങ്ങനെ കേക്ക് മുറിക്കുന്നത് നമ്മളെ ആദിനക്ഷത്രയും കൃഷ്ണമാമനുമാണ്. പിന്നെ നമ്മൾ ആദിനക്ഷത്രക്ക് കൃഷ്ണമാമൻ കേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും ഒരു കഷ്ണം കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് കഴിച്ചേക്കാം. സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. എല്ലാവരും കേക്ക് കഴിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാവർക്കും മൊമെൻ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എനിക്കും മൊമെൻ്റോ ഉണ്ട്. കരാട്ടയ്ക്ക് ഫസ്റ്റ് കണ്ണൂർ പോയി ഫസ്റ്റ് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്കും കപ്പ് ഉണ്ട്, മൊമെൻ്റോ ഉണ്ട്. La vida pirata, siapa dapat jambo rambo, siapa kini mana rambo rambo. Tapi kini nggak wango, petikuti yoru pendo, jadi pendidik dia bengo. Ini jadi tabaragamanum, pandemati macam betadanu baram, kadalil alam. Tinurena didugalam, parivaranya dupagalam, ula la 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 la, ula la 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 la, ula la mundan mana kemarin ula kita boleh kita baca pasti mana kita guna baca. Jika kita tak boleh itulah masih itu kita pun macam mana ada sebelum bulan yang ramai lah ada mana lah ada minggu dalam mana
ഈ ഗെയിം എന്ന് പറയുമ്പോൾ കപ്പിൾസിന് വേണ്ടിയുള്ള ഗെയിമാണ്. ഒരാൾ ഒരു നമ്മളെ സ്ലേറ്റിൽ ഒരു സിനിമ പേര് എഴുതും, അത് ആംഗ്യം കാണിക്കണം. അതാണ് ഈ ഗെയിം. അഥവാ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇതേ കണക്കൊരു പണി കിട്ടും. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെയൊക്കെ അങ്ങനെയാണ്. അതായത് വേറെ ഒന്നും കൂട്ടാൻ പാടില്ല, ഇതിനിപ്പുറം ഒന്നും പാടില്ല, ഇതിനിപ്പുറം പാടില്ല. ആദ്യം പിന്നെ